മദ്യനയ അഴിമതി കേസിൽ ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് മുൻകൂർ ജാമ്യം. ദില്ലി റോസ് അവന്യൂ കോടതിയുടേതാണ് നടപടി. നോബിൾ മാരിക്കാരൻ വിശദാംശങ്ങളുമായി. വളരെ പ്രധാനപ്പെട്ട നീക്കം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കുമെന്നോ കരുതിയിരിക്കുമ്പോഴാണ് ഇപ്പോൾ അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം ലഭിച്ചിരിക്കുന്നത്. ഏതൊക്കെ ഗ്രൗണ്ടിലാണ് അരവിന്ദ് കെജ്രിവാളിന് മുൻകൂർ ജാമ്യം കിട്ടിയിരിക്കുന്നത് നോബിൾ? നികേഷ്, അരവിന്ദ് കെജ്രിവാളിനും ആം ആദ്മി പാർട്ടിക്കും ഏറെ ആശ്വാസം നൽകുന്ന തീരുമാനമാണ് ദില്ലി റോസ് അവന്യൂ കോടതിയിൽ നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അരവിന്ദ് കെജ്രിവാളിന് നിലവിൽ മുൻകൂർ ജാമ്യം കോടതി അനുവദിച്ചിരിക്കുന്നു. മുൻകൂർ ജാമ്യം നൽകുമ്പോൾ 15,000 രൂപയുടെ ബോണ്ടിലും അതോടൊപ്പം തന്നെ അതോടൊപ്പം തന്നെ 1 ലക്ഷം രൂപയുടെ ഷുവർട്ടിയിലുമാണ് ഇപ്പോൾ ഇത് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഇന്നിപ്പോൾ രാവിലെ അരവിന്ദ് കെജ്രിവാൾ കോടതിയിൽ ഹാജരായിരുന്നു. ഇഡി നൽകിയ പരാതിയിലാണ് കെജ്രിവാൾ ഹാജരായത്. അതായത് നിരവധി സമൻസുകൾ ചോദ്യം ചെയ്യൽ നോട്ടീസ് നൽകിയിട്ടും അതെല്ലാം അരവിന്ദ് കെജ്രിവാൾ ലംഘിക്കുകയും ചോദ്യം ചെയ്യൽ ഹാജരായില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തുകൊണ്ടായിരുന്നു ഇഡിയുടെ ഈ സമൻസ് ഉണ്ടായിരുന്നത്. ഇന്നലെ ഇതിനെതിരെ അരവിന്ദ് കെജ്രിവാൾ മേൽക്കോടതിയെ സമീപിക്കുകയും ഹാജരാകുന്ന ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും അത് കോടതി തള്ളിയിരുന്നു. എന്താണെങ്കിലും നിലവിൽ അരവിന്ദ് കെജ്രിവാളിന് ആശ്വാസമാണ്. പ്രത്യേകിച്ച് മുൻ മുഖ്യമന്ത്രി കൂടിയായ, അതായത് തെലങ്കാന മുൻ മുഖ്യമന്ത്രിയായ കെ ചന്ദ്രശേഖര റാവുവിന്റെ മകൾ കെ കവിതയെ ഇന്നലെ ഇഡി അറസ്റ്റ് ചെയ്ത് ദില്ലി എത്തിച്ചതിന് പിന്നാലെയായിരുന്നു ഇന്നിപ്പോൾ അരവിന്ദ് കെജ്രിവാൾ കോടതിയിൽ ഹാജരായത്. കെജ്രിവാളിനെയും അറസ്റ്റ് ചെയ്യുന്ന സൂചനകൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി നിലനിൽക്കുന്നതിനിടയിലാണ് ഇപ്പോൾ കോടതിയിൽ നിന്ന് ഇപ്പോൾ ആശ്വാസ തീരുമാനം ഉണ്ടായിരിക്കുന്നത്. മുൻകൂർ ജാമ്യമാണ് നിലവിൽ അരവിന്ദ് കെജ്രിവാളിന് ലഭിച്ചിരിക്കുന്നത്. ബാക്കി കാര്യങ്ങൾ, അതായത് ഇനിയിപ്പോൾ ചോദ്യം ചെയ്യൽ ഹാജരാകണമോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരല്പം കൂടി വ്യക്തത വരേണ്ടതുണ്ട്. ഒരു പക്ഷേ ചോദ്യം ചെയ്യൽ ഹാജരാക്കാൻ നിർദ്ദേശിക്കാൻ മുൻകൂർ ജാമ്യം ലഭിച്ചതോടുകൂടി ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഇനി അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലാകില്ല എന്ന് കരുതാം. നമുക്ക് ഇതിനകത്ത് കെ കവിത അറസ്റ്റിലായിരിക്കുന്നു. മനീഷ് സിസോദിയ ഉപമുഖ്യമന്ത്രി നേരത്തെ അറസ്റ്റിലായി ജയിലിൽ കിടക്കുകയാണ്. 1 വർഷത്തിൽ ഏറെക്കാലമായി. രാഷ്ട്രീയമായി ഇത് BJPയെ സംബന്ധിച്ചിടത്തോളം അറസ്റ്റ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണോ മുന്നോട്ട് പോയത്, അതോ BJP ആഗ്രഹിച്ചത് ഈ തെരഞ്ഞെടുപ്പിൽ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് വെറുതെ ഒരു സഹതാപ തരംഗം ഉണ്ടാക്കേണ്ടതില്ല എന്ന നിലയിലാണോ ഇപ്പോൾ BJP മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? എങ്ങനെയാണ് അതിൻ്റെ രാഷ്ട്രീയം? നികേഷ്, ഇതിൻ്റെ ഒരു രാഷ്ട്രീയം നോക്കുകയാണെങ്കിൽ ആം ആദ്മി പാർട്ടിക്കെതിരെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി അരവിന്ദ് കെജ്രിവാളിനുമെതിരെ BJPയുടെ കയ്യിലുള്ള പ്രധാന ആയുധം, അതായത് കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിലുള്ള പ്രധാന ആയുധങ്ങളിൽ ഒന്നാണ് ദില്ലി മദ്യനയ അഴിമതി കേസ്. ഈ അഴിമതി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരന്തരം ഇത്തരത്തിൽ ചോദ്യം ചെയ്യാൻ ആം ആദ്മി പാർട്ടി നേതാക്കളെ വിളിക്കുന്നു. അതോടൊപ്പം സിസോദിയ, അതോടൊപ്പം സഞ്ജയ് സിംഗ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ അറസ്റ്റിലാവുകയും ചെയ്യുന്നു. ആ സാഹചര്യത്തിന് അതിനിടയിലാണ് അരവിന്ദ് കെജ്രിവാളിന് നിരന്തരം 8ഓളം സമൻസുകൾ ഇതിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അയച്ചത്. പക്ഷേ ഒരെണ്ണത്തിൽ പോലും ഹാജരാകാൻ അരവിന്ദ് കെജ്രിവാൾ തയ്യാറായില്ല. എല്ലാം രാഷ്ട്രീയ പ്രേരിതം എന്ന് കാണിച്ചുകൊണ്ട് അദ്ദേഹം തള്ളുകയായിരുന്നു ചെയ്തത്. അതിനു പിന്നാലെയാണ് ഇന്നിപ്പോൾ കോടതിയിലേക്ക് ഈ കാര്യം എത്തിയത്. നിരന്തരമായി അരവിന്ദ് കെജ്രിവാൾ സമൻസുകൾ തള്ളുമ്പോൾ BJP ആരോപിച്ചിരുന്നത് കെജ്രിവാൾ ഒളിച്ചോടുകയാണ് എന്നുള്ളതായിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിന്ന് അരവിന്ദ് കെജ്രിവാളിനെയും ആം ആദ്മി പാർട്ടിയെയും പിന്നോട്ട് വലിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ഒരു തീരുമാനം, അതായത് ഈ ചോദ്യം ചെയ്യാൻ നോട്ടീസ് അയക്കുന്നത് എന്ന ആരോപണവും ആം ആദ്മി പാർട്ടി ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഈ കേസിൻ്റെ ഉൾപ്പെടെ നാൾവഴികൾ ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ 2021 നവംബർ 7-നാണ് പുതിയ മദ്യനയം ദില്ലിയിൽ ആം ആദ്മി സർക്കാർ കൊണ്ടുവരുന്നത്. അഴിമതി ആരോപണം ഉയർന്നതിന് പിന്നാലെ അത് ലഫ്റ്റനന്റ് ഗവർണർ അതിൽ ഉത്തരവ് ഇടുകയായിരുന്നു. കോടികളുടെ അഴിമതി എന്ന 2022 ഈ വിഷയത്തിൽ ചീഫ് സെക്രട്ടറി കത്ത് നൽകി. അതിനു പിന്നാലെയാണ് ഇതിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. ആദ്യം CBIയും പിന്നീട് EDയും ഈ കേസിലേക്ക് എത്തി. കള്ളപ്പണം വെളുപ്പിക്കൽ അടക്കമുള്ള കാര്യങ്ങൾ ഈ കേസിൽ വന്നു. അതോടൊപ്പം അതിനിടയിൽ ഈ വിവാദം കൊഴുത്തതോടെ 2022 ജൂലൈയിൽ ഈ മദ്യനയം സർക്കാർ പിൻവലിക്കുകയാണ് ചെയ്തത്. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2022 ഓഗസ്റ്റിൽ മുൻ മുഖ്യമന്ത്രി മനീഷ് സിസോദിയ അടക്കം 15 പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുന്നു. തൊട്ടു പിന്നാലെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വിഷയത്തിൽ 2022 തന്നെ മനീഷ് സിസോദിയെ ഒക്ടോബറിൽ CBI ചോദ്യം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ 2023 ഫെബ്രുവരിയിൽ മനീഷ് സിസോദിയെ CBI അറസ്റ്റ് ചെയ്യുന്നു. ഉടനെ തന്നെ EDയും ഈ അറസ്റ്റ് രേഖപ്പെടുത്തുന്നു. പിന്നീടാണ് ഇതിൽ കൂടുതൽ പാർട്ടികൾ, പ്രത്യേകിച്ച് തെലങ്കാന മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖര റാവുവിൻ്റെ മകളെ ഉൾപ്പെടെ ചോദ്യം ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ അരവിന്ദ് കെജ്രിവാളിനെയും ഇതിനിടയിൽ CBI ഈ കേസിൽ ചോദ്യം ചെയ്തു. ഒറ്റ തവണ മാത്രമാണ് അന്വേഷണ ഏജൻസിക്ക് ഇത്തവണ ഈ കേസിൽ CBI ചോദ്യം ചെയ്യാൻ കഴിഞ്ഞത്. അത് CBIക്കായിരുന്നു. പിന്നീട് CBI വിളിച്ചിട്ടോ അല്ലെങ്കിൽ ED വിളിച്ചിട്ടോ കെജ്രിവാൾ പോയിട്ടില്ല എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ 2023 ഈ വിഷയത്തിൽ ആദ്യമായി ED അരവിന്ദ് കെജ്രിവാളിന് നോട്ടീസ് അയക്കുകയാണ്. പിന്നീട് അയച്ച 8 നോട്ടീസുകളും തള്ളുകയായിരുന്നു ചെയ്തത്. അതിനിടയിലാണ് ഇന്നലെ അരവിന്ദ് കെജ്രിവാളിനെ
കോടതിയിൽ ഹാജരാകണമെന്ന് നിർദ്ദേശിച്ചുകൊണ്ട് റോസ് അവന്യൂ കോടതിക്ക് മുകളിൽ സെഷൻസ് കോടതി ഒരു തീരുമാനമെടുത്തത്. അതോടൊപ്പം തന്നെ അതേസമയം ഉത്തരവ് വന്ന് മണിക്കൂറുകളകം തന്നെ കെ ചന്ദ്രശേഖര റാവുവിൻ്റെ മകൾ കവിതയെ ED അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. BJPയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ രാഷ്ട്രീയ ആയുധമാണ്. പ്രത്യേകിച്ച് ദില്ലി അതോടൊപ്പം തന്നെ തെലങ്കാന ഈ രണ്ട് സംസ്ഥാനങ്ങളിലും പാർട്ടിക്ക് പ്രത്യേകിച്ച് വേരോട്ടമുണ്ടെന്ന് പറയുമെങ്കിലും തെരഞ്ഞെടുപ്പുകളിലേക്ക് എത്തുമ്പോൾ വലിയ രീതിയിലുള്ളൊരു പ്രാധാന്യമോ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു മേൽക്കൈയോ നേടാൻ കഴിയുന്ന സാഹചര്യം ഉണ്ട്. ദില്ലിയെ സംബന്ധിച്ചാണെങ്കിൽ രാജ്യ തലസ്ഥാനത്ത് പരമാവധി സംവിധാനങ്ങൾ, അത് പോലീസാകട്ടെ മറ്റ് സംവിധാനങ്ങളെല്ലാം കൃത്യമായ രീതിയിൽ ആം ആദ്മി പേര് ഉപയോഗിച്ചെങ്കിൽ പോലും ഇതിലൊരു വിജയം അല്ലെങ്കിൽ ഇതിലൊരു ഗുണം ഉണ്ടാക്കാൻ ഒരു ഘട്ടത്തിലും BJP തീർച്ചയായും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ BJPയുടെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് പ്രചരണ ആയുധമാണ് ഏറ്റവും കുറഞ്ഞത് ദില്ലിയിലും പഞ്ചാബിലുമെങ്കിലും. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ പ്രത്യേകിച്ച് ചന്ദ്രശേഖർ റാവുവിൻ്റെ മകൾ കൂടിയായ കവിതയെ അറസ്റ്റ് ചെയ്തതിന് ശേഷം തൊട്ടടുത്ത ദിവസം തന്നെ അരവിന്ദ് കെജ്രിവാളിന് മദ്യനയ അഴിമതി കേസിൽ ജാമ്യം ലഭിക്കുകയാണ്. ഇതിനകം തന്നെ നമുക്കറിയാവുന്നതുപോലെ ദില്ലി, ഹരിയാന, അസം, ഗോവ തുടങ്ങിയ സംസ്ഥാനങ്ങളിലും ചണ്ഡീഗഡ് എന്ന കേന്ദ്രഭരണ പ്രദേശത്തും കോൺഗ്രസ് പാർട്ടിയും ആം ആദ്മി പാർട്ടിയും തമ്മിൽ സഖ്യമുണ്ടായിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഇന്ത്യ സഖ്യവുമായി മുന്നോട്ട് പോയില്ല എങ്കിൽ അരവിന്ദ് കെജ്രിവാളിനെ വെറുതെ വിടാം എന്ന് വാഗ്ദാനം നൽകിയിരുന്നു BJP എന്നായിരുന്നു ആം ആദ്മി പാർട്ടി നേതാക്കൾ പറഞ്ഞിരുന്നത്. പക്ഷേ ഇന്ത്യ സഖ്യവുമായി തന്നെ മുന്നോട്ട് പോവുകയായിരുന്നു ആം ആദ്മി പാർട്ടി. പഞ്ചാബിൽ ഇരു പാർട്ടികളും വ്യത്യസ്ത രീതിയിൽ തന്നെ മത്സരിക്കാൻ തീരുമാനമെടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ മത്സരിക്കുകയും ചെയ്ത ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ മദ്യനയ അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാളിന് മുൻകൂർ ജാമ്യം ലഭിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഉപമുഖ്യമന്ത്രിയായ മനീഷ് സിസോദിയ, സഞ്ജയ് സിംഗ് തുടങ്ങിയവർ ഇപ്പോൾ ജയിലിലാണ് എന്നുള്ളതും കാണേണ്ടതാണ്. ഇന്നലെയാണ് കവിതയെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ചന്ദ്രശേഖർ റാവുവിൻ്റെ മകളെ ചോദ്യം ചെയ്യാത്തത് എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യാത്തത് തുടങ്ങിയ ചോദ്യങ്ങൾ ഉയരുന്നതിനിടയിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ കവിതയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതേസമയം തന്നെ അരവിന്ദ് കെജ്രിവാൾ, ദില്ലി മുഖ്യമന്ത്രിക്ക് ആം ആദ്മി പാർട്ടിയുടെ അഖിലേന്ത്യാ കൺവീനർക്ക് മുൻകൂർ ജാമ്യം ദില്ലി കോടതി നൽകി.